കൊല്ലത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പങ്കെടുത്ത ലിങ്ക് റോഡ് നവീകരണത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ മാർച്ചാണ് സംഘർഷഭരിതമായത്. 102 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഓടയിൻ കടവ് വരെയുള്ള പാലം ഉദ്ഘാടനം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. നിലവിലുള്ള ലിങ്ക് റോഡിന്റെ റീടാറിങ്ങിന് 10 കോടി രൂപ അനുവദിച്ചത് അഴിമതിക്ക് വേണ്ടിയാണെന്നും ഇതിന്റെ ഉദ്ഘാടന നോട്ടീസിൽ MP NK പ്രേമചന്ദ്രനെ അപമാനിച്ചുവെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയാണ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത്. മകളുടെയും മരുമകന്റെയും അഴിമതിയും ദുർഭരണവും വിളിച്ചു പറയുന്നവരെ പോലീസിനെ കൊണ്ട് തല്ലി ഒതുക്കാമെന്നത് പിണറായിയുടെ സ്വപ്നം മാത്രമാണെന്ന് ബിന്ദു കൃഷ്ണ പറഞ്ഞു. കൊടിയ അഴിമതിക്ക് വേണ്ടി മാത്രമാണ് എന്നൊരു ഫീസിബിൾ സ്റ്റഡി പോലും നേരെ നടത്താതെ എങ്ങനെയാണോ കേരളയിൽ കൊണ്ടുവരാൻ ശാസ്ത്രീയ പഠനങ്ങളൊന്നും നടത്താതെ ശ്രമിച്ചത്, അതുപോലെ തന്നെയാണ് ഈ ലിങ്ക് റോഡിന്റെ പ്രവർത്തനവും ഈ സർക്കാർ ആരംഭിച്ചത്. തേവള്ളി പാലത്തിന്റെ അടിയിൽ കൂടി ഈ റോഡ് പോകണമെങ്കിൽ ശാസ്ത്രീയമായ ഒരുപാട് തടസ്സങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി പോലും നടത്താതെ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് എടുത്ത് അതിൻ്റെ പേരിൽ അഴിമതി കാണിക്കുന്നു. ഇതുപോലെ നിർമ്മാണ ഉദ്ഘാടനം എന്ന് പറയുന്ന ഇത്തരം കെട്ടുകാഴ്ചകളൊക്കെ നടത്തി അതിൻ്റെ പേരിൽ പണം അടിച്ചു മാറ്റുന്ന രീതിയാണ് മുഹമ്മദ് റിയാസ് അധികാരത്തിൽ വന്നതിന് ശേഷം കൂളിമാട് പാലം തകർന്നതുപോലെ ഓരോ പാലങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്നതും നിർമ്മാണം പൂർത്തിയാക്കുന്ന റോഡുകൾ തകരുന്നതും കൊടിയ അഴിമതിയാണെങ്കിൽ കൊല്ലത്ത് അഴിമതി നടക്കുന്നു. ഈ അഴിമതിക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ച ഞങ്ങളെ പോലീസ്, ഞാൻ അടക്കമുള്ളവരെ ഞങ്ങളെയൊക്കെ തട്ടി തറയിലിട്ട് അതിൻ്റെ മുകളിൽ വന്ന് പോലീസ് വീഴുക. ഞങ്ങളുടെ ചെറുപ്പക്കാരായ കൊല്ലം ബ്ലോക്ക് പ്രസിഡന്റ് ഗീതാകൃഷ്ണൻ അടക്കമുള്ളവരെ ആക്രമിച്ച് പോലീസ് കൊണ്ടുപോയിരിക്കുക. പ്രതിഷേധിക്കും. മരുമോനെതിരെ, പിണറായി വിജയനെതിരെ മിണ്ടാൻ പാടില്ല, മോള് വീണയ്ക്കെതിരെ മിണ്ടിക്കൂടാ, മരുമോൻ റിയാസിനെതിരെ മിണ്ടിക്കൂടാ, റിയാസ് അഴിമതി കാണിച്ചാൽ ചോദ്യം ചെയ്തെന്ന നിയമമെന്നായി പോലീസുകാർ പറയുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കേരളത്തിലെമ്പാടും ഉണ്ടാകും, കൊല്ലത്ത് പ്രത്യേകിച്ചും ഉണ്ടാകും. ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടേയിരിക്കും ഈ അഴിമതി അവസാനിപ്പിക്കുന്നത് വരെ. KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞതോടെ ഉന്തും തള്ളുമുണ്ടായി. ബ്ലോക്ക് പ്രസിഡന്റ് ഗീതാകൃഷ്ണനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് പിടിവലിയിൽ കലാശിച്ചു. ഇതിനിടെ KSU ജില്ലാ സെക്രട്ടറി ഫൈസലിനെ അറസ്റ്റ് ചെയ്തത് പ്രതിഷേധം ശക്തമാക്കി. തുടർന്ന് ഗീതാകൃഷ്ണൻ, കുരീപ്പുഴ യഹിയ, അജി പള്ളിത്തോട്ടം, ദീപ ആൽബർട്ട്, ചക്രശൂലൻ, ഫൈസൽ എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. സംഘർഷത്തിനിടെ വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ പോലീസ് അസഭ്യം പറഞ്ഞതായി കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. മലയാളം ന്യൂസ്, കൊല്ലം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം.